ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. ബേക്കേഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡർ വെച്ചാണ് ഈ ഫ്രൂട്ട് സലാഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബേക്കേഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡറുമാണ് വേണ്ടത്. ഇതിൻ്റെ ഡയറക്ഷൻ ഫോർ യൂസിലുണ്ട്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഇതിന് വെറും 45 രൂപ മാത്രമേ വരുന്നുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ മുന്തിരിങ്ങ എടുക്കണം, പിന്നെ ബനാന എടുക്കണം, ഇത്ര നീളമുള്ളത് തന്നെ വേണം, പിന്നെ പോംഗ്രനേറ്റ്, പിന്നെ ആപ്പിൾ, കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്കതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ ഫ്ലേവർ സ്ട്രോബെറിയാണ്. മാംഗോയിലും റാസ്ബെറിയിലും വാനിലയിലും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏത് ഫ്ലേവർ എടുത്താലും അവസാനം നമുക്ക് കിട്ടാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡ് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട് വലിയ ഭാരിച്ച പണിയൊന്നുമില്ല. നമ്മൾ പാലിനകത്ത് കസ്റ്റാർഡ് പൗഡർ ഇടുക, എന്നിട്ട് ചൂടാക്കുക. നല്ല രീതിയിൽ ഇങ്ങനെ കുറുകി വരുന്നത് വരെ നല്ല രീതിയിൽ ചൂടാക്കുക. നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ച മധുരം കിട്ടണമെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി കരിയാതെ നോക്കണം. അതിനുശേഷം നമ്മൾ കുറുകി വന്നതിന് ശേഷം അത് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം. എന്തിനു വേണ്ടിയാണ്? ഒരു ടെക്സ്ചറിന് വേണ്ടി നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്, വലിയ മെനക്കേടൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം.